അങ്കമട്ടഹാസം എന്ന സിനിമ മെയ് 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയതാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് എന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ സിനിമ പിൻവലിക്കുകയാണ് ചെയ്തത്. ഈ റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് ഈ അശ്വന്തിന്റെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വേർ വാസ് അബ്യൂസ്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത് ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. സ്വന്തം കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടും, തെളിവ് കാണിക്കേ. ഞാൻ വയലല്ല, ഞാനൊന്ന് ഹൈ കൊടുത്താം, തെളിവ് കാണിക്കടാ. ഇവൻ പറയുന്നു ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എന്റെ ആൾക്കാരാണ് ഇവനോട് ബന്ധപ്പെടുന്നത്. എന്റെ ഏത് ആൾക്കാരടാ പണ്ടിക്കരന്മാരെ? എന്റെ ഏത് ആൾക്കാരെ? എനിക്ക് ഏത് ആൾക്കാരെ? ഞാൻ തനിയാൾ. എന്റെ ഏത് ആൾക്കാരെ? പട്ടികളെ ഞാൻ പറയുന്നേ, കോമൻസ് ഇടുന്ന പട്ടികളെ. ഞാൻ എന്താണ് ബ്രൊമാൻസിന് പൈസ വാങ്ങിച്ച്, അതടി പൈസ വാങ്ങിച്ച്, സൈൽ ആനന്ദൂരിന്റെ പൈസ വാങ്ങിച്ച്. സൈൽ ആനന്ദൂർ എനിക്കറിയാം, ആനന്ദൂർ എന്നെ അറിയാം. ഞാൻ എനിക്ക് അത്ര പൈസ ആവശ്യമില്ലടോ ജീവിക്കാൻ. അത്രയും പൈസ വാങ്ങിച്ചിട്ട് എന്ത് കാണിക്കാനാ? ദരിദ്രവാസികൾ എനിക്ക് തോന്നുന്നതാ. ഇവിടെ FB-ല് ഡോളർ സെന്ററിന് പോസ്റ്റ് എടുത്ത ആൾക്കാരെ തോന്നുന്നു അവർക്ക്. അപ്പൊ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അശ്വന്ത് ഗോക്കിനെതിരെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകനും അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിന്റെ നിർമ്മാതാവും വന്നിരുന്നുകൊണ്ട് ഒരു പ്രസ് മീറ്റ് നടത്തി. അത് മാത്രമല്ലാതെ ന്യൂസ് 80 എന്ന് പറയുന്ന ഒരു മെയിൻ സ്ട്രീം ചാനലിന്, ന്യൂസ് ചാനലിന് പിന്നെ ഒരു ഇന്റർവ്യൂയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അശ്വന്ത് ഗോക്കിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ പോസിറ്റീവ് റിവ്യൂ പറയണമെങ്കിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പൊ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ആ ഒരു വാർത്ത വന്നതിന് ശേഷം കോക്കണ്ണൻ അങ്ങ് അഴിഞ്ഞാടി അന്യനായി മാറിയ രംഗമാണ് നമ്മളിപ്പം കോക്കണ്ണന്റെ ചാനലിൽ കൂടെ കണ്ടോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നമ്മച്ചി, ഇതൊന്ന് കാണേണ്ട വീഡിയോ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും, എങ്കിലും ഒന്നുകൂടെ കണ്ടുപോക്ക്. പിന്നെ ഇതിനകത്ത് കോക്കണ്ണൻ ഏതോ ഒരു ബ്രാൻഡ് ചെറുതായിട്ട് 1-2 എണ്ണം അടിച്ചെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും ഇങ്ങനെ മാനസികമായിട്ട് അത്രയും വിഷമം തട്ടിയപ്പോഴായിരിക്കാം. അപ്പൊ അണ്ണൻ ഒരു പവറിന് വേണ്ടി ഒരു 2 എണ്ണം വിട്ടിട്ടൊക്കെ വന്നിരുന്നതാണെന്ന് തോന്നുന്നു. രാത്രിയിലാണ് വീഡിയോ പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പൊ 2 എണ്ണം അടിച്ചിട്ട് ആ ഒരു കിക്കിലൂടെ ഇരുന്നിട്ട് പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാലും പോരാ, എടുത്ത് അലക്കി ഉടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം അദ്ദേഹത്തിന് അത്രയും വിഷമം ഉണ്ടായി കാണാം. അപ്പം ഈ വിഷമം മാനസികമായിട്ട് ഉണ്ടാകുമ്പോൾ പലരും പല രീതിയിലാണല്ലോ പ്രതികരിക്കുന്നത്. ചിലരും ഉണ്ടായിരിക്കും, ചിലരാണെങ്കിൽ പൊട്ടിത്തെറിക്കും, ചിലര് ഇതേപോലെ ഈ രീതിയിലുള്ള റിയാക്ഷനും കാഴ്ചവെക്കും. എന്തായാലും അപ്പൊ നമുക്ക് ഈ ഇതിനെക്കുറിച്ച് പറയാനുള്ള നമ്മുടെ അഭിപ്രായം കൂടെ കൂട്ടത്തിൽ പറയാം. അതിനോടൊപ്പം നമുക്ക് ഈ വീഡിയോ കൂടെ കാണാം. അപ്പൊ അവസാനം വരെ എല്ലാവരും കാണുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി കൂട്ടത്തിൽ പരിഗണിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എടാ, നിനക്ക് പെട്രോൾ അടിക്കുന്ന ദരിദ്രവാസി പട്ടികളെ, നിനക്ക് ഡോളർ അടിക്കാൻ എനിക്ക് പോസ്റ്റ് ഇട്ട് നിനക്ക് അത് ഓക്കെ, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. നിങ്ങൾ അത് ചെയ്യണം. പക്ഷേ ഈ അംഗമട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസറെ ഞാൻ ചലഞ്ചിങ് യു, ഞാൻ വെല്ലുവിളിക്കാണ്. നീ ഇന്ന് എടാ താടി വെച്ച അട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ, നിന്നോടും പറയാണ്. മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ, നിന്നോടും പറയാണ്. നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് 8-ൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയത്. എവിടെയാണ് തെളിവ് കാണിച്ചു പറ. ഞാൻ 10 പൈസ ഒരു മനുഷ്യടുത്ത് ഞാനുണ്ടല്ലോ ഒരാടുന്ന ഒരു കാലിച്ച വാങ്ങിച്ചു പിടിക്കാത്ത ഒരാളെ ഞാൻ. എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം, മനസ്സിലായോ? സിനിമാക്കാർ പട്ടികളെ ഞാൻ പറയുന്നത്. സിനിമാക്കാർ പട്ടികളെ, ന്യൂസ് 18-ലെ ചാനലിലെ ആൾക്കാരെ വെല്ലുവിളിക്കുന്നത്. ഒരു തെളിവ്, ഒരു ട്രാൻസാക്ഷൻ, പിന്നെ മോഹൻദ കോഞ്ഞാട്ടെ ഒരുത്തൻ വേറെ, അങ്ങനത്തെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ വീഡിയോ എനിക്ക് വിഷയമല്ല, അതെനിക്ക് വിഷയമല്ല. ഡോളേഴ്സ് കിട്ടാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഇടുന്ന പാവം പിള്ളേർ, പെട്രോൾ അടിക്കാനും മറ്റേ അയ്യോ പാവികളെ സൊമാറ്റോ സ്വിഗ്ഗിയിൽ പണിയെടുക്കുന്ന പിള്ളേർ എന്തെങ്കിലും ഡോളറാക്കി ഇട്ടോട്ടെ, എന്റെ മോൻ $8 കൊടുക്കും, വിഷയമല്ല. പക്ഷേ ഞാൻ പറയുന്ന ഹാവ് ടോക്ക് വിത്ത് മൈ അഡ്വക്കേറ്റ് ഫ്രം മൈ കോർട്ട്. നീ അഡ്വക്കേറ്റ് പറയുന്നത് എന്റെ പ്രൊഡ്യൂസർ മത്തായിനെ വിട്ടേക്ക്, ഏതോ മൊത്തം യൂസിലുള്ള അംഗമട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ. എടാ മാധവ് സുരേഷെ, നാണം ഉണ്ടെങ്കിൽ നീ കിട്ടിയത് ഞാൻ പൈസ വാങ്ങിച്ചത് പറയടാ. മാധവ് സുരേഷെ, തെളിവ് കാണിക്ക്. നീ ഞാനൊക്കെ ഒരേ കേരളത്തിൽ ഒരേ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാ. നിന്റെ ഏട്ടനുണ്ടല്ലോ ഗോകുൽ സുരേഷ്, പുള്ളിയുടെ പഠനത്തിനൊക്കെ എത്ര ഞാൻ മാന്യമായിട്ട് എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് കൊടുത്ത ആളാണ് ഞാൻ. നിന്റെ അച്ഛന്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ. അറിയോ? ബഡാ ദോസ്തൊക്കെ ഫസ്റ്റ് ഷോ കണ്ടവണ ഞാൻ. ടൈഗർ, ഇദ്ദേഹം തിരിച്ചു ടൈഗർ ഫസ്റ്റ് ഷോ ഉണ്ട് ഞാൻ. ചിന്താമണി കൊലക്കേസിലെ ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന കയ്യടിച്ചാണ് ഞാൻ. നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ഉൾപ്പെടാണ് നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഐ ചലഞ്ച് യു, ഐ ഡെയർ യു, ഐ ഡബിൾ ഡെയർ യു. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചെന്നാൽ ഈ പണി ഞാൻ നിർത്തും. ഈ റിവ്യൂകളിൽ ഈ സോഷ്യൽ മീഡിയ നിർത്തിയിട്ട് ഞാൻ മറ്റേ VD സതീശൻ കൊണ്ട് പറഞ്ഞ പോലെ വനവാസത്തിന് പോകും. ഞാൻ കളിക്കുന്നുള്ളൂ നീയൊക്കെ. ഞാനൊക്കെ ഇത്ര ഹൈഡ്രോളിക് ഞാനൊക്കെ തമ്മിൽ പല പ്രശ്നമുണ്ട്. പക്ഷേ അത് മാന്യത ഉണ്ടായിരുന്നു. ഹൈഡ്രോളിക് ആൺകുട്ടിയായിരുന്നു. ഇതുപോലെ അനാവശ്യ സാധനം വലിച്ചടിച്ചില്ല. ഞാൻ പൈസ വാങ്ങിയവർ ഊമ വന്നിട്ടില്ല. ആണോ പൈസ വാങ്ങിയത്? കാണിക്കടാ. കേരള പോലീസ് എന്ന ഊമ എന്നെ ACP ക്വസ്റ്റ്യൻ ചെയ്യണം. ACP റിവ്യൂ ബോമിംഗ് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ് എറണാകുളം എന്നെ 24 അവർ ക്വസ്റ്റ്യൻ ചെയ്താ.
കേരള പോലീസ് മണ്ണന്മാരാ. ഞാൻ കാശ് വാങ്ങി ഊമെന്ന് കൊടുത്താൽ എന്റെ ചെയ്തിട്ടുണ്ടാവൂലേ? കളിക്കാൻ നോക്കണ പട്ടികളെ. പിന്നെ കമന്റ്സ് ഇടുന്ന ആൾക്കാരോട് ഒരു കുഴപ്പം. നിങ്ങൾ കമന്റ്സ് ഇട്ടോ. ദ മോർ കമന്റ്സ് ദ മോർ ഡോളേഴ്സ്. അതിന് വിഷയമില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് എടാ താടി, കള്ളത്താടി, പരട്ട താടി, നിന്നെ ഞാൻ പൊക്കിയിരിക്കും കേട്ടാ. നീ എത്ര കോടീശ്വരനായി കഴിഞ്ഞാൽ നീ ഏത് മറ്റേ കുമ്പത്തിൽ നീ 4.5 കോടി നിനക്ക് നാളെ ഇടണം. 4 കോടി ഈ മറ്റേ മാധവ് സുരേഷിനെ വെച്ചിട്ട് 4 കോടി മുടക്കിയെന്ന്. അരെ നട്ട് ഓർ വാട്ട്? ഫക്കിംഗ് ക്രേസി മാൻ. എന്നിട്ട് ഇത് റീഷൂട്ട് ചെയ്യുമ്പോൾ എന്തോ ആരും ഉണ്ണിയാണെങ്കിൽ വളരെ വൈകാരികമായ ഒരു പ്രതികരണമാണ് അശ്വന്തിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിന് അത്രയും അത് മാനസികമായിട്ട് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്. അതായത് ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ചിലര് എന്തെടുക്കും, മിണ്ടാതിരിക്കും. അത് ചിലരൊരു രീതിയാണ്. ചിലരെന്തെടുക്കും, പൊട്ടിത്തെറിക്കും. കാര്യം അവർക്കെതിരെ അങ്ങനെ ഒരു അലിഗേഷൻ വരുന്നത് അവരതിനെ ഇഷ്ടപ്പെടുന്നില്ല. ഓരോരുത്തരുടെ മെന്റാലിറ്റി അനുസരിച്ചിരിക്കും. അപ്പം അശ്വന്ത് ഗോക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഒരു മെയിൻ സ്ട്രീം മീഡിയയിലൂടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതിന്റെ ഒരു ഇതാണ് അദ്ദേഹം ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അത്രയും പൊട്ടിത്തെറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വേറൊരു കേസ് എന്ന് പറയുന്നത് 5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇദ്ദേഹത്തെ പിന്നെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം പേരൊക്കെ കാണുന്ന ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ കാണുകയും ചെയ്യുന്ന ഇദ്ദേഹത്തെ പോലുള്ള ഒരാളെ കാണാനും അല്ലെങ്കിൽ കേൾക്കാനും സോഷ്യൽ മീഡിയയിൽ ആളുള്ളപ്പോൾ അദ്ദേഹം എന്തിനത് വേണ്ടാന്ന് വെക്കണം? അദ്ദേഹത്തിന്റെ ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഞാനായാലും നിങ്ങളായാലും ഒരു സാധനം കാശ് കൊടുത്ത് മേടിക്കും. അപ്പം അതൊരു പരിപ്പുവടയാകാം, ഉഴുന്നുവടയാകാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ഫുഡാകാം, അല്ലെങ്കിൽ ഡ്രസ്സാകാം, എന്തെങ്കിലും ആകാം. അപ്പൊ അത് മേടിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് പറയും? കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയും, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയും. അതിനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. കാര്യം നമ്മുടെ കയ്യിരിക്കുന്ന കാശ് കൊടുത്ത് നമ്മൾ ഒരു സാധനം യൂസ് ചെയ്താൽ അത് കൊള്ളാവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനുള്ള റൈറ്റ്സ് നമുക്കുണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാനുള്ള മൗലികാവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ അതൊരു സിനിമയിലേക്ക് വരുമ്പം പിന്നെ ഓഫ് കോഴ്സ് പറയാനുണ്ട്. പിന്നെ കാശ് മേടിച്ച് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ബോധപൂർവ്വം തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാര്യം അത്രയും കാശ് മുടക്കി വലിയൊരു ഇൻഡസ്ട്രിയാണ് ഇതെന്ന് പറയുന്നത്. അത്രയും കാശ് മുടക്കുന്ന ഒരാളെ സംബന്ധിച്ച് 100 രൂപ അല്ല, ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വിഷമം അറിയാം. അന്നേരം കോടികൾ നഷ്ടപ്പെടുമ്പോൾ ആർക്കായാലും സഹിക്കത്തില്ല. പക്ഷേ ഈ റിവ്യൂ പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കണ്ടതിന് ശേഷം അവരുടെ ഈ അശ്വന്ത് ഗോക്കിനെ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവരോ അദ്ദേഹത്തിന്റെ റിവ്യൂ ചിലപ്പം കാണും. അത് അദ്ദേഹത്തിന്റെ റൈറ്റ്സ് ആണ് പറയാനുള്ളത്. അതായത് ഞാൻ കണ്ട സിനിമ എനിക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ളത് അയാൾ പറയാന്നുള്ളത് അയാളുടെ റൈറ്റ്സ് ആണ്. അതിനെ ഇതിവിടെ ബ്ലോക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എതിർക്കണമെന്നോ ഒന്നും പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അത് തുറന്ന് പറയുക തന്നെ ചെയ്യും. ബാക്കിയാക്കാം നമുക്ക്. ഏതൊരാള് ഇതിന്റെ ക്ലൈമാക്സ് വെളിപ്പെടുത്താം. എടോ നിന്റെ 1 ലക്ഷം റുപ്യ നീ കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും കൊടുക്കും. ഒരാൾ പോലും പണം കാണൂല. എടോ 1 ലക്ഷം റുപ്യ കൊടുത്താൽ പോലും ഒരാൾ ഈ പണം കാണാൻ ടോർച്ചർ അനുഭവിക്കാൻ മനുഷ്യൻ താല്പര്യമില്ല. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഓൾറെഡി സ്ട്രഗ്ലിംഗ് ലൈഫാ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്ട്രഗ്ലിംഗ് ലൈഫാ. അപ്പൊ നിന്റെ ആ അട്ടാസം കണ്ടിട്ട് മറ്റേ എവിടെ പോയി കിടക്കാൻ നിൽക്കുക? ഇത് ഞാൻ ഇതെന്താ വീടിന് നാളല്ല. ഞാൻ എന്റെ കമന്റ്സിൽ ഇപ്പൊ അതിരടിയുടെ താഴെ കമന്റ്സ് വന്നു, അനന്ത് പൈസ തന്നു. എടോ അനന്ത് പറയുന്നത് എനിക്കറിയാം. അനന്തിന്റെ ഫ്രണ്ട് ലിജീഷ് എനിക്കറിയാം. ഈ സൈലത്തിന് മൊത്തം എടോ എനിക്ക് കേരളത്തിൽ അറിയാത്ത ആരുമില്ല. എനിക്ക് ഒറ്റ കോളിൽ അവൈലബിൾ ആയിട്ടുള്ള മനുഷ്യന്മാരെ കേരളത്തിലുള്ളൂ. എനിക്ക് ഒറ്റ കോളിൽ അവൈലബിൾ ആയിട്ടുള്ള മനുഷ്യന്മാരെന്ന് കേരളത്തിലുള്ളൂ. ദാറ്റ്സ് മൈ റൈറ്റ്സ്. മനസ്സിലായോ? ഈ അനന്തോടുള്ള പൈസ വാങ്ങിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് അത്രയും പൈസ ആവശ്യമില്ലടോ. എത്ര പൈസ വേണം മനുഷ്യൻ ഒരു മാസം ജീവിക്കാൻ? ഞാൻ ലക്ഷർ ലൈഫ് അങ്ങനെ അറിയുന്ന ആളല്ല. പിന്നെ നീ ഇന്ന് തേങ്ങ പറയുന്ന ഒരു സൂര്യടോ പട്ടി. ഞാൻ പറയണേ മരപ്പട്ടി. ഞാൻ പറയണേ നിനക്ക് ഇത്തിരി കൂട്ടി പറഞ്ഞൂടെ? 1 ലക്ഷം റുപ്യ നീ പറയുന്നേ. അതിനിടയ്ക്ക് ഏതൊരു 12 ലക്ഷമാണ്. ഒരു 15 ലക്ഷം ഒക്കെ പറഞ്ഞ മാനേജറുണ്ട്. ഇത്രയും ദരിദ്രവാസം ഞാൻ 1 ലക്ഷം ഉലുവയ്ക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം ഉലുവ ഞാൻ പറയുന്നേ. എടാ ഗൂഗിൾ എത്ര പൈസ ഇടുന്ന നീ ചോദിച്ചു നോക്ക്. ഗൂഗിളിൽ കളിക്കുന്ന ആൾക്കാർ ചോദിച്ചു നോക്ക്. എന്റെ ലാസ്റ്റ് 5 റിവ്യൂവിന്റെ റീച്ച് നോക്ക്. ലാസ്റ്റ് 5 റിവ്യൂവിന്റെ 5 റിവ്യൂവിന്റെ റീച്ച് നോക്ക്. ആ റീച്ച് വെച്ചിട്ട് എനിക്ക് എത്ര ഡോളേഴ്സ് കിട്ടുന്നേ? ഇതിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. നിന്റെ 1 ലക്ഷം ഉലുവയാ. വർത്താനം പറയുന്നു. നിനക്കെതിരെ ഞാൻ ലീഗലി മൂവ് ചെയ്യും. ഈ അട്ടാസത്തിനെതിരെ എനിക്ക് ഫേക്ക് അടി മറ്റേ പിള്ളേരുണ്ട്. എനിക്കറിയാം FFC മുതൽ ഞാൻ ഫേസ്ബുക്ക് എന്റെ കളിത്തൊട്ടില്ല. ഫേസ്ബുക്കിൽ കളിച്ച് വളർന്നവനെയാണ്. മനസ്സിലായോ? അവിടെ പിള്ളേർ ഇപ്പം ഡോളേഴ്സ് കിട്ടും. വലിയൊന്നും കിട്ടൂല. പിള്ളേർ പെട്രോൾ അടിക്കാൻ പൈസ കിട്ടും, ഇല്ല ഫുഡ് അടിക്കാൻ പൈസ കിട്ടും. അത് എടുത്തോട്ടെ. അവരെന്ത് പോസ്റ്റ് ഇട്ടോട്ടെ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് പറഞ്ഞ ഇവന്റെ നീ ആലോചിച്ച് നോക്കടാ. നിനക്ക് എന്ത് പ്രൂഫ് കാണിക്കണം? പ്രൂഫ് കാണിക്കും. പ്രൂഫ് കാണിക്കണം. നിനക്ക് ഗൂഗിൾ പേ വഴിയല്ല, മറ്റെന്താ UPI വഴിയല്ല. പിന്നെ നിന്റെ അച്ഛൻ ചാക്ക് കെട്ടിയിട്ട് എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ടുപോകണം. നായെ എന്നിട്ട് ചോദിക്കുന്നത് പറയട്ടെ. നായെ നിന്നെ വിളിക്കുന്നത്. നിന്റെ അച്ഛൻ ഗൂഗിളില്
തരാതെ ചാകൽ കെട്ടി എനിക്ക് കൊണ്ടുവന്നോ? ഇത് അങ്ക അട്ടാസിന്റെ പ്രൊഡ്യൂസർ എടുത്താൻ ചോദിക്കുന്നേ, മനസ്സിലായോ? പിന്നെ കമനുള്ള പട്ടികളോടെ, നായിന്റെ മക്കളെ ഞാൻ പറയാണ്, പട്ടികളെ, നായിന്റെ മക്കളെ ഞാൻ പറയാണ്, ദിസ് ഈസ് അശ്വന്ത് കോക്ക്. 10 പൈസ വാങ്ങൂല, എനിക്ക് പൈസയുടെ ആവശ്യമില്ല. എനിക്ക് കമന്റ് എനിക്ക് ഒരു തെളിവ് കാണിച്ചു കഴിഞ്ഞാല് ഈ പണി ഞാൻ നിർത്തും. റിവ്യൂ ചെയ്തിട്ട് ഊമണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ. ഇത് എന്റെ ഇഷ്ടത്തിന് ആണ് ഞാൻ ലീവ് എടുത്തിട്ട് റിവ്യൂ ചെയ്യുന്നത്. ഇല്ലേ മറ്റേ പ്ലസ് 2 പോയിട്ട് മറ്റേ ഹൊറിഗലും മറ്റേ ഗ്ലാഗ്ലാഗ്ലയും പഠിപ്പിക്കാൻ എനിക്ക് അറിയട്ടില്ല. ആ പണി പോലെ എനിക്ക് 2 മൈര, മനസ്സിലായോ? കേട്ടോ, അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. ഈ അന്തമട്ട എടാ മാധവേ നീ പറഞ്ഞു 1 ലക്ഷം രൂപ ഞാൻ വായിച്ചത്. എടാ മൈരേ, നിന്റെ 1 ലക്ഷം രൂപ എനിക്ക് എന്താടാ 1 ലക്ഷം റുപ്യ, മനസ്സിലായോ? എന്റെ അപ്പൊ പ്രിയമുള്ളവരെ കേട്ടല്ലോ കോക്കണ്ണന്റെ വിഷമങ്ങളും ബാക്കി പ്രതിഷേധങ്ങളും ഒക്കെ. അപ്പൊ ഈ ഒരു ഇമോഷണലി ഇച്ചിരി താന്നിരിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം വേറൊരു രീതിയിലൊക്കെ സംസാരിക്കുക. അതെന്തോ ആയിക്കൊള്ളട്ടെ. എന്തായിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ പുള്ളി ഒരു കാശ് മേടിച്ചെന്നോ അല്ലെങ്കിൽ കാശ് ചോദിച്ചെന്നോ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക. വേറൊരു കേസിൽ ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃശ്യത്തിന്റെയൊക്കെ എനിക്ക് തോന്നുന്നു വൈകിട്ട് നേരം ആയപ്പോൾ തന്നെ ഏതാണ്ട് 6 ലക്ഷം പേര് വീഡിയോസ് കണ്ടു കഴിഞ്ഞു. അപ്പം ഇദ്ദേഹമൊക്കെ ഇടുന്ന ഒരു റിവ്യൂസ് എന്ന് പറഞ്ഞാൽ മില്യൺ ആൾക്കാരാണ് കാണുന്നത്. അപ്പം മന്ത്ലി ഇദ്ദേഹത്തിന്റെ ഒരു വാച്ചിങ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു വാച്ച് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു മന്ത്ലി എങ്ങനെയൊക്കെ പോയാലും നല്ലൊരു എമൗണ്ട് യൂട്യൂബിൽ നിന്നും കിട്ടും എന്നുള്ളതാണ്. ബാക്കി ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്നും. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു നല്ല വരുമാനം ഈ സോഷ്യൽ മീഡിയ തന്നെ കിട്ടുന്ന സ്ഥിതിക്ക് ഇദ്ദേഹം ഈ ഒരു രീതിയിലേക്ക് പോകുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പൊ എന്തായിരുന്നാലും അപ്പം ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് അഭിപ്രായം പറയാൻ പാടില്ല എന്നൊക്കെ ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ നിങ്ങൾ പറയുന്നത് ശരിയല്ല. സിനിമ എടുക്കുന്നവരൊക്കെ ഈ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ 5, 6, 10 കോടിയിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. കാര്യം മലയാള സിനിമയിൽ നല്ല പടങ്ങളാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഈ എത്ര കോടിക്ക് എടുത്തെന്ന് പറഞ്ഞാൽ ആൾക്കാർ പടം കാണണമെന്ന് പറഞ്ഞാൽ അത് നടപ്പോഷമുള്ള കാര്യമല്ല. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. വേറൊരു ടോപ്പിക്കായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ പറയുന്നു. അപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും കൂടി പരിഗണിക്കുക. താങ്ക്